ഓക്കെ ലിസൺ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയാ ഉണ്ടായിരുന്നേ? ബോഡി പാർട്സ് ഉണ്ടായിരുന്നു, ഗുഡ് ഹാബിറ്റ്സ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മള് സെക്കൻഡ് സെമസ്റ്റർ ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ? അതില് ശബ്ദം ഉണ്ടാക്കരുത് ലിസൺ. മിസ് അപ്പോ എല്ലാരെയും മ്യൂട്ട് ചെയ്യാൻ പോവാണേ. Okay, then mark your attendance now. Attendance mark ചെയ്യാ, മറന്നു പോരുത്. എല്ലാവരും attendance mark ചെയ്യാ. So listen, നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ ഗുഡ് ഹാബിറ്റ്സ്, പിന്നെ ബോഡി പാർട്സ്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് പഠിച്ചത് അല്ലേ? വൈൽഡ് ആനിമൽസ്, ഡൊമസ്റ്റിക് ആനിമൽസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചു. ഇനി നമ്മൾ സെക്കൻഡ് സെമസ്റ്റർ ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിലും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അല്ലേ? അപ്പൊ അതിനു മുമ്പ് നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള ഒന്ന് രണ്ട് പേരെ ഒന്ന് പരിചയപ്പെടാം അല്ലേ? ആരൊക്കെയാണ്? അലോക് ഉണ്ട്, പിന്നെ കാശിനാഥ് എവിടെ? ഓക്കെ, കശ്യപ് ആൻഡ് ആലിയ, എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. Then അമിക, അമിക അൺമ്യൂട്ട് ചെയ്തേ മോളെ. ഓക്കെ, അമിക്കയുടെ വീട് എവിടെയാണ് അമിക? പൊന്നമ്മയിലാണോ വീട്? ആണോ? എങ്ങനെയുണ്ട്? നമ്മുടെ സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു അല്ലേ? നല്ല മോളായിട്ട് പഠിക്കണം കേട്ടോ. മടിയൊന്നും ഇല്ലല്ലോ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി? ഇല്ല അല്ലേ? നല്ല മോളാണല്ലേ? ഓക്കെ, ഗുഡ് ഗേൾ. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കണേ എല്ലാ ടീച്ചേഴ്സും പറയുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, then next അലോക്. അലോക്, അലോകിന് റേഞ്ച് ഇഷ്യൂ ഉണ്ടോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് മോനെ. അലോക്, ഓക്കെ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ അലോക്. മിസ് അവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. അലോകിന് റേഞ്ച് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. അലോക് പറയുന്നത് ഒന്നും ക്ലിയർ ആവുന്നില്ല ഇവിടെ. ഓക്കെ, ദെൻ കാശിനാഥ് എവിടെ? ഓക്കെ, കാശിനാഥ് അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, കാശിനാഥിന്റെ വീട് എവിടെയാണ് കാശിനാഥേ? കരിപ്പോടാണല്ലേ? ഓക്കെ, ദെൻ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണോ? ആണല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ സ്കൂളും ടീച്ചേഴ്സും ഒക്കെ? ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടായോ? ഇഷ്ടായി അല്ലേ? നന്നായിട്ട് പഠിക്കോ? പഠിക്കൂ അല്ലേ? ഓക്കെ, അപ്പൊ നല്ല മോനായിട്ട് പഠിക്കാട്ടോ. ഇതുവരെ നമ്മള് കുറെയൊക്കെ കവർ ചെയ്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നന്നായി സർ ഓക്കെ, നമ്മള് ഒരു സെമ്മ് മുഴുവൻ ഏകദേശം പഠിച്ച് തീർന്നു. അതിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ എന്ത് ചെയ്യാ? നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിക്കോ കോണ്ടാക്ട് ചെയ്താൽ മതി. മിസ് അപ്പോ പറഞ്ഞു തരാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാരോടാണ് കേട്ടോ. 2-3 പേരുണ്ടല്ലോ വന്നിട്ട്. അപ്പൊ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നോക്കി മടിയൊന്നും ഇല്ലാതെ പഠിക്കുക. അങ്ങനെ ആവുമ്പോഴേ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റൂ കേട്ടോ. കാശിനാഥ്, അലോക്, അമിക 3 പേരോടും ആണേ. So listen here, we are going to start our second semester. Okay, നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. EVS ആണ് മിസ്സിന്റെ സബ്ജക്റ്റ്. പുതിയതായിട്ട് വന്നിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടാവില്ല. EVS ആണ് മിക്സ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാൻ തുടങ്ങാം ഇന്ന് മുതൽ.
അപ്പൊ ഈ സെക്കൻഡ് സെമസ്റ്റർ മുതൽ നന്നായിട്ട് ശ്രദ്ധിക്കുക പുതിയതായിട്ടുള്ളവര്. ഓക്കെ, so take your first portion, page number 98, animals on land. Okay, animals on land. നമ്മള് കുറച്ച് ആനിമൽസിനെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. In our first sem we were discussed about different kinds of animals like wild animals and domestic animals അല്ലേ? വൈൽഡ് ആനിമൽസും ഡൊമസ്റ്റിക് ആനിമൽസും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിൽ അല്ലേ? കുറെ വൈൽഡ് ആനിമൽസിനെയും കുറെ ഡൊമസ്റ്റിക് ആനിമൽസിനെയും ഒക്കെ പഠിച്ചു. Then now we are going to study about animals on land. What is land? Land എന്ന് വെച്ചാൽ എന്താണ്? LAND, land. ആർക്കാണ് അറിയുന്നത് ലാൻഡ്? ആർക്കും അറിയില്ലേ? യാൻദേവിന് അറിയാലേ? യാൻദേവ് എന്താണ് മോനെ ലാൻഡ് എന്ന് വെച്ചാല്? നീലം അല്ലേ? നിലന്നല്ലേ പറഞ്ഞ യാൻദേവേ? ആരാ പറഞ്ഞേ? യാൻദേവിന് അറിയായിരുന്നോ ഇത്? അറിയായിരുന്നു അല്ലേ? വെരി ഗുഡ്, നല്ല മോനാണേ. അപ്പൊ ലാൻഡ് എന്ന് വെച്ചാൽ എന്താണ്? നിലം, ഭൂമി, കര എന്നൊക്കെയാണ് അർത്ഥം അല്ലെ? മീൻസ് ആനിമൽസ് ഓൺ ലാൻഡ് എന്ന് വെച്ചാല് കരയിലുള്ള കുറെ ജീവികൾ അല്ലെ? കരയിൽ താമസിക്കുന്നത്. എവിടെയാണ്? കരയിലാണ് ഇവരുണ്ടാവുക, വെള്ളത്തിലൊന്നല്ല അല്ലെ? എവിടെ? ഭൂമിയിൽ, കരയിൽ, നിലത്ത്, നമ്മുടെ യാൻദേവ് പറഞ്ഞ പോലെ അല്ലെ? അപ്പോ അങ്ങനെയുള്ള കുറെ ആനിമൽസിനെ കുറിച്ചാണ് നമ്മളിപ്പോ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആനിമൽസ് എന്ന് വെച്ചാൽ എന്താണ്? ആനിമൽസ് എന്താണ്? ആനിമൽസ് എന്താണ്? ഓക്കെ, കുറെ ആനിമൽസ് ഉണ്ട് അല്ലേ ഇവിടെ തന്നിട്ടുള്ളത്. ആനിമൽസ് എന്ന് വെച്ചാൽ എന്താണ് ദക്ഷിണ? എന്താണ് ഈ ആനിമൽസ് എന്ന് പറഞ്ഞാല്? മൃഗങ്ങൾ അല്ലേ? അപ്പൊ ആനിമൽസ് ഓൺ ലാൻഡ് മീൻസ് കരയിൽ ജീവിക്കുന്ന മൃഗങ്ങൾ അല്ലേ? കരയിലുള്ള കുറെ മൃഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇതില് പറയാൻ വേണ്ടി പോകുന്നത് അല്ലേ? ഇവിടെ കുറെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. Look at the pictures. The first one is camel and the second picture is cat. Third one giraffe. Look at your textbook. Okay, textbookil nokka ട്ടോ എല്ലാരും. അഞ്ജിത, രഞ്ജിത്ത് വീഡിയോ ഓൺ ചെയ്യോന്ന്. അലോക്. Then camel, cat, giraffe, horse, cow, snake, dog, lion. These are some animals lives on land. Animals we can see in land. Some animals on land. Okay, കരയിലുള്ള കുറെ മൃഗങ്ങളുടെ പേരുകളും പിക്ചേഴ്സുമാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ? These animals lives on land. ഈ ആനിമൽസ് ഒക്കെ താമസിക്കുന്നത് എവിടെയാണ്? ലാൻഡിലാണ്. ലാൻഡ് മീൻസ് കരയിലാണ് അല്ലേ? വെള്ളത്തിലൊന്നും അല്ല ഇവരുണ്ടാവുക. എവിടെ ഉണ്ടാവുക? കരയിൽ ഉണ്ടാവും. ആനിമൽസ് ഓൺ ലാൻഡ്. So first one is camel. Camel, cat, giraffe, horse, cow, snake, dog, lion. Okay, camel, cat, giraffe, horse, cow, snake, dog, lion. These are some animals lives on land. So first one എന്താണ്? camel ആണ് അല്ലെ? camelന്റെ പിക്ചർ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. camel. What is camel? എന്താണ് camel? എന്താണ് camel? എന്താണ് camel? എന്താണ്? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ camel? camel എങ്ങനെയാണ് ഉണ്ടാവുക? camelനെ കാണാൻ നല്ല ഭംഗിയുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും അതിനെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ആരാ പറയാൻ പോകുന്ന ക്യാമലിനെ കുറിച്ച്? ഓക്കെ, ദെൻ ദക്ഷിണ പറയാന്ന് പറയുന്നുണ്ടേ, കൈ പൊക്കിയിട്ടുണ്ടേ. എന്താണ് ദച്ചു ക്യാമല്? ഒട്ടകം. ക്യാമലിനെ കണ്ടിട്ടുണ്ടോ? എവിടെയാ കണ്ടിട്ടുള്ളത്? സർക്കസിൽ കണ്ടിട്ടുണ്ടല്ലേ?
കണ്ടിട്ടുണ്ട്. ബീച്ചിലും കണ്ടിട്ടുണ്ട്. ക്യാമലിന്റെ പുറത്ത് കയറിയിട്ടുണ്ടോ? ഇല്ല. ഇല്ല അല്ലേ? ക്യാമലിനെ കാണാൻ നല്ല ഭംഗിയാണോ? നല്ല ഭംഗിയുണ്ടോ? ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ക്യാമൽ മീൻസ് എന്താണ്? എന്താണ് ദക്ഷിണ? ബുക്കിൽ കാണുമ്പോ നല്ല ഭംഗി. ബുക്കിൽ കാണുമ്പോ നല്ല ഭംഗിയുണ്ട് എന്നാ പറയുന്നേ അല്ലേ ദച്ചു? അപ്പൊ ക്യാമലിനെ നമ്മള് എന്താണ് കുറെ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. എവിടെ ഉണ്ടാവും മിക്കവാറും? എവിടെയാ ഉണ്ടാവുക? മിക്കവാറും ഇതിനെ കൂടുതലായിട്ടും കാണുന്നത് എവിടെയാണ്? ഡെസേർട്ടിലൊക്കെയാണ് അല്ലെ? മരുഭൂമിയിലൊക്കെയാണ് ഈ ക്യാമൽ ഉണ്ടാവുക. ഇതിന്റെ കാലുകൾക്കൊക്കെ നല്ല പ്രത്യേകതയാണ്. അപ്പൊ ഇത് മരുഭൂമിയിലെ കൂടെ ഒക്കെ നടന്നു പോകും. അതിലെ കൂടെ ആളുകളെയൊക്കെ കൊണ്ടുപോകാനൊക്കെ ക്യാമൽ ഉണ്ടാകാറുണ്ട്. പിന്നെ എന്താണ്, നമ്മുടെ നാട്ടില് മിക്കപ്പോഴും നമ്മൾ സർക്കസിലോ അല്ലെങ്കിൽ ബീച്ചിലോ ഒക്കെ പോകുമ്പോ ക്യാമൽ റൈഡിനൊക്കെ വേണ്ടിയിട്ട് ഒട്ടകത്തിനൊക്കെ നമ്മൾ അവിടെ ഇവിടെ ഒക്കെ കാണാറുണ്ട് ബീച്ചിലൊക്കെ അല്ലേ? അപ്പൊ സർക്കസിലും കണ്ടിട്ടുണ്ടാവും. എത്ര പേര് സർക്കസിൽ കണ്ടിട്ടുണ്ട് ഇതിനൊക്കെ, ക്യാമലിനൊക്കെ? ദിജിത്ത് കണ്ടിട്ടുണ്ട്. പിന്നെയോ? ക്യാമൽ എങ്ങനെയാ നടന്നു പോവാ? എങ്ങനെയാ ക്യാമൽ നടക്കാറൊന്ന് കാണിച്ചു നോക്കട്ടെ. ക്യാമൽ നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന്? ചെയറിന്റെ മുകളിലൊന്നും കയറി തുള്ളി താഴെ വീഴരുതേ. ഒന്ന് കാണിച്ചു തന്നേ. എങ്ങനെയാ അതിജിത്തെ ക്യാമൽ നടന്നു പോകുന്നത്? എങ്ങനെയാണ്? കുറെ പേരൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ക്യാമലിന് എന്താണ് നല്ല നീളമുള്ള കാലുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് വെള്ളം ഒന്നും കുടിക്കാതെ കുറേ നാൾ ഇതിന് കുറെ ദിവസങ്ങൾ ഇതിന് നടക്കാൻ വേണ്ടി പറ്റും അല്ലെ? സോ ക്യാമൽ എന്താണ് കരയിൽ ജീവിക്കുന്ന ഒരു മൃഗമാണ്. ലിവ്സ് ഓൺ ലാൻഡ്. വെള്ളത്തിലൊന്നും അല്ല ഉണ്ടാവുക അല്ലെ? കരയിലാണ് ഉണ്ടാവുക ക്യാമല്. അപ്പൊ ഇതിനെന്താണ് നല്ല നീളമുള്ള കാലുകളൊക്കെ ഉണ്ട്. നല്ല നീളമുള്ള അത്യാവശ്യം നീളമുള്ള കഴുത്തും ഒക്കെയാണ് ഇതിനെ കാണാൻ വേണ്ടി. അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലേ കാണാൻ? അല്ലേ? ഉണ്ട്. നെക്സ്റ്റ് വൺ ക്യാറ്റ്. നെക്സ്റ്റ് ക്യാറ്റിന്റെ പിക്ചർ ഉണ്ട് അല്ലേ? എവിടെ? ക്യാറ്റിനെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഒരു പെറ്റ് ആനിമൽ കൂടാണ് അല്ലേ? നമ്മുടെ വീട്ടില് നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്ത് ഓമനിച്ചൊക്കെ ഇതിനെ വളർത്താറുണ്ട് ക്യാറ്റിനെ. എത്ര പേർക്കുണ്ട് ക്യാറ്റ്? എത്ര പേരുടെ വീട്ടില് ക്യാറ്റിനെ നല്ല പെറ്റായിട്ട് നല്ല വൃത്തിയായിട്ട് നമ്മള് നോക്കുന്നുണ്ട്? ആൻവി, എന്താണ് ആൻവി? എന്താണ് എന്താണ് ആൻവി? ഇന്ന് ആൻവിക്ക് മൂഡ് ഓഫ്. അവിടെ നല്ല മഴയായോണ്ടാണോ? ആണല്ലേ? നല്ല മഴയുണ്ടോ അവിടെ? കുറഞ്ഞു അല്ലേ? ഇവിടെ ശ്രദ്ധിക്കണേ കേട്ടോ. നമുക്ക് പെട്ടെന്ന് കഴിയുവേ. മിസ് പറയുന്നത് ശ്രദ്ധിക്കണേ. നമ്മൾ പുതിയ ബുക്കല്ലേ ഇന്ന് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് നന്നായിട്ട് പഠിക്കണ്ടേ? ഓക്കെ. ദെൻ ആലിയ, എന്താണ് മോളെ? പൂച്ചയുണ്ട് അല്ലേ? ആലിയയുടെ അടുത്ത് പൂച്ചയുണ്ട്. പൂച്ചേനെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ആലിയയുടെ വീട്ടിലുണ്ട്. വേറെ ആരുടെ വീട്ടിലാ ഉള്ളത്? കാശിനാഥിന് പൂച്ചയുണ്ടോ? കാശിനാഥേ ഉണ്ടോ? ഉണ്ട്. പൂച്ചയുടെ പേരെന്താണ്? പേരിട്ടിട്ടുണ്ടോ പൂച്ചക്ക്? എന്താണ്? കിട്ടു അല്ലേ? നല്ല പൂച്ചയാണോ? നല്ല ഭംഗിയുണ്ടോ കാണാൻ? എന്താണ്? വെള്ള കളറാണോ? ഓക്കെ. അപ്പൊ എന്താണ്, നമ്മുടെ കാശിനാഥിനുണ്ട് ഒരു പൂച്ച. പിന്നെ ആർക്കാ ഉള്ളത്? ആലിയയുടെ അടുത്തുണ്ട്. വേറെ ആർക്കും ഇല്ല. കശ്യപിന്റെ അടുത്തുണ്ടോ? കശ്യപിനുണ്ട് അല്ലേ? എന്ത് കളറാണ്? കറുപ്പും വെള്ളയും. രണ്ട് പൂച്ചയുണ്ടോ? ഉണ്ടല്ലേ? പേരെന്താന്ന്? ചക്കിപ്പൂച്ചയോ? ആയി വരുന്നതേ ഉള്ളോ? കശ്യപിന് ഇഷ്ടാണോ പൂച്ചേനെ?
ആണല്ലേ മൂളിയാണ് വളർത്തുന്നത്. അത് ഇങ്ങോട്ടേ നടന്ന് ആ അതെ അല്ലേ ഓക്കെ കൂട്ടിയാക്കിട്ടാ. കൂടാക്കിട്ടില്ലേ ഓ പൂച്ചയ്ക്ക് കൂടൊക്കെ ഉണ്ടാക്കണോ ഒന്ന് കൂടൊക്കെ ഉണ്ടാക്കണ്ടേ കശ്യപേ പിന്നെന്താണ് കൂടൊന്നും ഉണ്ടാക്കാത്തത് പൂച്ചനെ ഇങ്ങോട്ട് വിടണം. ഇവിടെ മീനെല്ലാം വാങ്ങുന്നോണ്ട് അതിന്റെ വേസ്റ്റ് കൊടുക്കാതാ. ഓക്കെ മീനൊക്കെ വാങ്ങുന്നോണ്ട് അതിന്റെ വേസ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് പൂച്ചേനെ എന്തായാലും വേണമെന്ന കശ്യപ് പറയുന്നല്ലേ കശ്യപേ ദെൻ ഇനി ആരുടെ അടുത്താണ് ദക്ഷിത്തിന്റെ അടുത്തുണ്ടോ ദക്ഷിത്തെ ഉണ്ടല്ലേ അഷിൽ ദേവ് അമിക അലോക് ആൻഡ് ആൻഡ്രിയ വീഡിയോ ഓൺ ചെയ്യണേ ദക്ഷിത്തിന്റെ അടുത്ത് പൂച്ച ഉണ്ട് അല്ലേ ഉണ്ടല്ലേ ദക്ഷിത്തെ പീക്കിരി പൂച്ചയാണോ ആണോ ആ ഓക്കെ പൂച്ചയുടെ പേരെന്താ പീക്കിരി എന്നാണോ ആണല്ലേ എന്താണ് പൂച്ചേന്റെ നിറം വെള്ള അല്ലേ ഓക്കെ കൊറേ പേർക്കൊക്കെ പൂച്ചയുണ്ട് വേറെ ആർക്കാ ഉള്ളത് മിസ് എല്ലാവരെയും കാണുന്നില്ല കേട്ടോ ആ നമ്മുടെ നിഹാരയുടെ അടുത്തുണ്ട് അല്ലേ നിഹാര വെള്ള നിറമുള്ള പൂച്ചയുണ്ടല്ലേ എന്താണ് പൂച്ചയുടെ പേര് ശങ്കരനോ ഭയങ്കര പേരാണല്ലോ നിഹാര ഇതാരാ ഈ പേരിട്ടത് പൂച്ചയ്ക്ക് അച്ഛനിട്ട പേരാണോ എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി പേരാണേ ഓക്കെ ദെൻ വേറെ ആർക്കും ഇല്ലേ ഇത്ര പേർക്കേ ഉള്ളൂ പൂച്ചയൊക്കെ ഋഷിദേവിനുണ്ടോ ഋഷിദേവേ എന്താണ് ഋഷിദേവേ ഉണ്ടല്ലേ ചെറിയ കറുപ്പും വെള്ളയും പേരിട്ടിട്ടില്ലേ ഓ പേരിടാറാവുന്നതേ ഉള്ളൂ അല്ലെ തീരെ ചെറുതാണോ ആ അത്രേ ഉള്ളൂ അല്ലെ ഋഷിദേവിന്റെ ചെറിയ പൂച്ച ആയതുകൊണ്ട് അതിന് നമ്മൾ ഇതുവരെ പേര് ഇട്ടിട്ടില്ല എന്നാ ഋഷിദേവ് പറയുന്നത് വേറെ ആർക്കും ഇല്ല അല്ലേ കഴിഞ്ഞോ ഇനി ആരെങ്കിലും കയ്യെടുത്ത അനുശ്രീ ഇവിടെ ഇല്ല മിസ് പൂച്ച ആണോ അനുശ്രീ പൂച്ച ഇല്ലാതെയാണോ ഉണ്ട് എന്ന് പറയുന്നത് ഇല്ലേ മോളെ ടെറസിന്റെ മുകളിലൊരു പൂച്ച ഉണ്ടായി അതവിടെ എന്താണ് ടെറസിന്റെ മുകളിൽ ഒരു പൂച്ച ഉണ്ടായിരുന്നു അല്ലേ ടെറസിന്റെ മുകളിലൊന്ന് ഉണ്ടായിരുന്നു അനുശ്രീയുടെ വീട്ടിൽ ഇല്ലാന്നേ ഉള്ളൂ എന്താണ് ടെറസിന്റെ മുകളിൽ എവിടുന്നോ ഒരു പൂച്ച വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഓക്കെ ഫൈൻ ദെൻ ആൻഡ്രിയ തെരേസ് ആൻഡ്രിയയുടെ വീട്ടിലുണ്ടോ പൂച്ച പൂച്ചയുണ്ടോ ആൻഡ്രിയ ഇല്ലേ ഓക്കെ അപ്പൊ കൊറേ പേരൊക്കെ വീട്ടിലുണ്ട് കൊറേ പേരുടെ ഒന്നും വീട്ടിലില്ല കുഴപ്പമില്ല അപ്പൊ നമ്മള് ക്യാമലിനെയും ക്യാറ്റിനെയും കുറിച്ച് പറഞ്ഞു അല്ലെ രണ്ടും എവിടെയാണ് ഉണ്ടാവുക ദീസ് ആനിമൽസ് ലിവ്സ് ഓൺ ലാൻഡ് നമ്മുടെ ആർണവിന്റെ അടുത്തുണ്ടോ ആർണവേ ഉണ്ടോ താഴെ ഉണ്ടോ ആണോ നല്ല പൂച്ചയാണോ നാട്ടിലാണ് കടിക്കും അല്ലേ ആണോ ആർണവ് ഇവിടുന്ന് പോയോ നാട്ടിൽ നിന്ന് തിരിച്ച് ബാംഗ്ലൂരോട്ട് പോയോ
ആണോ? എപ്പോഴാ പോയത്? ഓണത്തിന്റെ സമയത്ത്. ആണോ? ഓക്കെ ഓക്കെ. ദെൻ അപ്പൊ ആർണവിന്റെ എന്താണ് നാട്ടിലുണ്ട് പൂച്ച. കൊറേ പേരുടെ അടുത്തൊക്കെ. ബ്രയാന്റെ അടുത്തുണ്ടോ? ബ്രയാൻ മിസ് കണ്ടില്ല ബ്രയാനെ. ആഷ്ലി ഇല്ലേ? ഓക്കെ. അപ്പൊ എന്താണ് കൊറേ പേരുടെ അടുത്തൊക്കെ ഉണ്ട്, കൊറേ പേർക്ക് ഇല്ല. ഇല്ലാത്തവരൊക്കെ എന്താണ് പിന്നെ നമുക്ക് വാങ്ങിക്കാം അല്ലെ എവിടുന്നേലും അല്ലേ? അപ്പൊ ക്യാമൽ, ക്യാറ്റ്, നെക്സ്റ്റ് വൺ. നല്ല കഴുത്തിനൊക്കെ നല്ല നീളമുള്ള വേറൊരു ആനിമലിനെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ? അതെന്താണത്? എന്ത് ആനിമൽ ആണത്? തേർഡ് വൺ എന്താണ് വൈഷ്ണവേ അത്? മൂന്നാമത് കാണുന്ന പിക്ചർ നല്ല നീളമുള്ള കഴുത്തൊക്കെ ഉള്ള ഒരു ആനിമല്. ജിറാഫ് അല്ലേ? ജിറാഫ് ആണത്. ജിറാഫിന് എന്താണ് നല്ല നീളമുള്ള കഴുത്താ ഉള്ളത് അല്ലേ? അതുകൊണ്ട് ജിറാഫിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ നീളമുള്ള കഴുത്തുള്ളത് കൊണ്ട് വലിയ മരത്തിന്റെ ഒക്കെ ഇലയൊക്കെ പറിച്ച് തിന്നാൻ വേണ്ടി പറ്റും അല്ലേ? നല്ല നീളം ഉള്ളത് കൊണ്ട് നീളമുള്ള മരത്തിന്റെ ഒക്കെ ഇലയൊക്കെ പറിച്ച് എന്ത് ചെയ്യാം? അതിന് കഴിക്കാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പൊ ജിറാഫ്. പിന്നെ ജിറാഫിന് എന്താണ്? പിന്നെ അത് മിക്കപ്പോഴും അതിന് നിന്നിട്ടൊക്കെ ഉറങ്ങാനൊക്കെ വേണ്ടി പറ്റും. അതൊക്കെയാണ് ജിറാഫിന്റെ സ്പെഷ്യാലിറ്റി. എന്ത് ചെയ്യും? അത് ഇപ്പോഴും നിന്നിട്ടാണ് മിക്കവാറും ഉറങ്ങുക. എവിടെ ഇരുന്നും കിടന്നും ഒന്നും ഉറങ്ങാറില്ല. അത് അങ്ങനെ തന്നെ നിന്നിട്ട് മിക്കപ്പോഴും ഉറങ്ങുകയൊക്കെ ചെയ്യാറുണ്ട് ജിറാഫ്. കേട്ടോ? ജിറാഫിന് നല്ല നീളമുള്ള കഴുത്താണ്. നല്ല നീളമുള്ള മരത്തിന്റെ ഒക്കെ ഇലയൊക്കെ പറിച്ച് കഴിക്കാൻ വേണ്ടി പറ്റും. നല്ല നീളമുള്ള കഴുത്തുള്ളത് കൊണ്ടല്ലേ? അപ്പൊ ജിറാഫും എവിടെയാണ് ഉണ്ടാവുക? ലിവ്സ് ഓൺ ലാൻഡ് അല്ലെ? ഭൂമിയില് കരയിലാണ് ജിറാഫ് താമസിക്കുക. വെള്ളത്തിലാണോ? ആണോ? അല്ല. എവിടെയാ? കരയിലാണ് ഉണ്ടാവുക. ഇതൊക്കെ കരയിൽ ജീവിക്കുന്ന മൃഗങ്ങളാണ് അല്ലെ? ഇതൊക്കെ പഠിച്ചു. ക്യാമൽ, ക്യാറ്റ്, ജിറാഫ്. ഓക്കെ. ക്യാമലും ക്യാറ്റും ജിറാഫും നമ്മൾ പഠിച്ചു. 3 എണ്ണം അല്ലെ? ജിറാഫിനെ കണ്ടിട്ടുണ്ടോ? ജിറാഫിന്റെ പുറത്തൊക്കെ കയറിയിട്ടുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും ഇതിനെ കണ്ടിട്ടുണ്ടോ? സൂയിലോ മറ്റോ പോയപ്പോ കണ്ടിട്ടുണ്ടോ? അമിക ജിറാഫിനെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ അമിക? ഉണ്ട്. എവിടെയാ കണ്ടേ? സൂയില് പോയപ്പോ കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ. കാണാൻ നല്ല ഭംഗിയാണോ ജിറാഫിനെ? അതെ അല്ലേ? ഓക്കെ. അമിക എവിടെ? സൂയില് പോയപ്പോ ജിറാഫിനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ കാശിനാഥ് എവിടുന്നാ കണ്ടിട്ടുള്ള? കാശിനാഥേ അൺമ്യൂട്ട് ചെയ്തേ. സൂയില് കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ. ലിസൺ. അപ്പൊ നമ്മള് ജിറാഫിനെ കുറിച്ചാ പറഞ്ഞല്ലേ? ജിറാഫിനെ എന്താണ് കുറെ പേരൊക്കെ കണ്ടിട്ടുണ്ട് സൂയില് പോയപ്പോ. കാശിനാഥ് സൂയില് പോയപ്പോ കണ്ടിട്ടുണ്ട് അല്ലേ? അമിക്കയും കണ്ടിട്ടുണ്ട്. വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതിനെ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ലേ? ആരും കണ്ടിട്ടില്ലേ? യാൻദേവ് കണ്ടിട്ടുണ്ട് അല്ലേ? യാൻദേവ് എവിടെയാ കണ്ടത്? സൂലാണോ? സൂല്. നല്ല ഭംഗിയുണ്ടോ കാണാൻ? ഇഷ്ടപ്പെട്ടോ യാൻദേവിന്? ആണല്ലേ? ഓക്കെ. ദെൻ ആർണവ് കണ്ടിട്ടില്ലേ? ആർണവേ കണ്ടിട്ടുണ്ടോ ജിറാഫിനെ? ഉണ്ട് അല്ലേ? ഓക്കെ. സൂല് കണ്ടിനല്ലേ? ഓക്കെ. ഇപ്പൊ കശ്യപ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഫോട്ടോയില്, ആനിമൽ പ്ലാന്റില്, ടിവിയിൽ കണ്ടിട്ടുണ്ട് അല്ലേ? അല്ലേ? പിന്നെയോ നമ്മുടെ അതിജിത്തും കണ്ടിട്ടുണ്ട് അല്ലേ? സൂവിലാണോ അതിജിത്തെ കണ്ടിട്ടുള്ളത്?
സൂല് പോയപ്പോ കണ്ടിട്ടുണ്ട്. ഓക്കെ. ദെൻ നിഹാരയും കണ്ടിട്ടുണ്ടോ? ആണല്ലേ? യെസ്. ദെൻ ആൻഡ്രിയ അൽഫോൺസ് അവിടെ നേരെ ഇരുന്നേ മോളെ. ദെൻ അഞ്ജിത കണ്ടിട്ടുണ്ടോ മോളെ? സൂല് കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ കൊറേ പേരൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ ജുവല് കണ്ടിട്ടുണ്ട് അല്ലേ? ജുവൽ അൺമ്യൂട്ട് ചെയ്തേ. ജുവല്ലേ ടിവിയിൽ കണ്ടിട്ടുണ്ടോ? സൂലും കണ്ടിട്ടുണ്ട് അല്ലേ? എങ്ങനെയുണ്ട് ജിറാഫ്? കാണാൻ നല്ല ഭംഗിയാണോ? ആണല്ലേ? കുഴപ്പമില്ല അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ജുവലും കണ്ടിട്ടുണ്ട്. അങ്ങനെ കൊറേ പേരൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞേ. ഇവ കണ്ടിട്ടുണ്ടോ ജിറാഫിനെ? ഇല്ല അല്ലേ? ഇനി കോവിഡ് ഒക്കെ നന്നായിട്ട് മാറിയിട്ടാവുമ്പോ ഇവിടെ നമ്മൾ സൂയിലൊക്കെ പോയിട്ട് നമുക്ക് കാണാം അല്ലേ? നമുക്ക് ഇവിടുന്ന് എല്ലാവർക്കും കൂടെ എവിടെ പോവാം? സൂയില് പോവാം. നമ്മുടെ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് കോവിഡ് ഒക്കെ മാറി ഓക്കെ ആവുമ്പോ നമുക്ക് ഇവിടുത്തെ സാറിനോടൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ എവിടെ പോവാം? ജിറാഫിനെയും ക്യാമലിനെയും ഹോഴ്സിനെയും ഒക്കെ കാണാൻ വേണ്ടി പോവാ അല്ലേ? പോണോ? പോണല്ലേ? ഓക്കെ. എന്താണ് അപ്പൊ നമ്മള് ക്യാമൽ, ക്യാറ്റ്, ജിറാഫ് ഇത്രയും പഠിച്ചു. ഇതൊക്കെ എവിടെയാ ഉണ്ടാവുക? ഇതൊക്കെ കരയിൽ തന്നെയാ ജീവിക്കുക. ദർശിത്ത്, ഋഷിദേവ് വീഡിയോ ഓൺ ചെയ്യണേ. ഋഷിദേവേ. അലോക്. ഓക്കെ. അലോകിന് എന്തോ കണക്ഷൻ പ്രോബ്ലം ചെറുതായിട്ടുണ്ട് തോന്നുന്നു അല്ലേ അലോക്? ദെൻ അമിക. ദെൻ ഹോഴ്സ്. ഫോർത്ത് പിക്ചർ ഇസ് ഹോഴ്സ്. വാട്ട് ഇസ് ഹോഴ്സ്? ഹോഴ്സ് എന്താണ്? ഹോഴ്സ് എന്താണ്? ഹോഴ്സ് ആരാ പറയുന്നേ? നോക്കട്ടെ. ആരോടാ ചോദിക്കണ്ടേ? ഓക്കെ. ആഷ്നി, ഹോഴ്സ് എന്താണ് ആഷ്നി? കുതിര അല്ലേ? കുതിരയാണല്ലേ? കുതിര പുറത്ത് കയറിയിട്ടുണ്ടോ ആഷ്നി? ഉണ്ടോ ആഷ്നി? ഇല്ല അല്ലേ? കണ്ടിട്ടുണ്ട്. ഞാൻ കയറിയിട്ടില്ല അല്ലേ? കണ്ടിട്ടുണ്ട്, കയറിയിട്ടില്ല. ഓക്കെ. ഓക്കെ. അപ്പൊ ഹോഴ്സ് മീൻസ് കുതിരയാണല്ലേ? കുതിര എന്താണ് അത്യാവശ്യം ഇപ്പോ നമ്മുടെ നാട്ടിലും ഒക്കെ കാണാറുണ്ട് കുതിരയെ. പണ്ടൊക്കെ എന്തായിരുന്നു? കുതിര വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? കുതിര ഇങ്ങനെ വലിച്ചോണ്ട് പോകുന്ന വണ്ടിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ശരിക്കും കണ്ടിട്ടില്ലെങ്കിലും പിക്ചേഴ്സോ ഫിലിമിലോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? കുതിര വണ്ടിയൊക്കെ. അപ്പൊ കുതിര അല്ലേ? കുതിര എന്താണ്? കുതിരപ്പുറത്തൊക്കെ ആളുകൾ കയറി പോവാറൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോഴൊന്നും ഇല്ല അല്ലെ? ഇപ്പൊ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ വണ്ടിയൊക്കെ ഉണ്ട്. ഇതൊന്നും ഇല്ലാതിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? കുതിരപ്പുറത്തും കുതിരവണ്ടിയിലൊക്കെ ആണ് ആളുകൾ പോയിക്കൊണ്ടിരുന്നല്ലേ? ഇപ്പൊ കുതിര എന്താണ്? അത്യാവശ്യം എന്തെങ്കിലും സാധനങ്ങളൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനും ഒക്കെ അത്യാവശ്യം കുതിരേനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് എവിടെയാ? ചിലപ്പോൾ നമ്മൾ ബീച്ചിലും പാർക്കിലും ഒക്കെ പോകുമ്പോ അവിടെ ക്യാമൽ ഉള്ളത് പോലെ കുതിരയും കാണാറുണ്ട് അല്ലേ? അതിന്റെ പുറത്ത് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ റൈഡൊക്കെ നടത്താറൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോ ഹോഴ്സ്, ക്യാമൽ, ക്യാറ്റ്, ജിറാഫ്, ഹോഴ്സ് ഇത്രയാണ് ഉള്ളത് അല്ലേ? ഇത്രയാണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത്. ഇനിയും കുറച്ച് ആനിമൽസിന്റെ പേരുകൾ കൂടി പഠിക്കാനുണ്ട്. കരയിലുള്ള ആനിമൽസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലുള്ള ആനിമൽസിനെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതൊക്കെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഏകദേശം നമ്മുടെ ടൈം കഴിയാൻ വേണ്ടി പോവാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ബാക്കിയൊക്കെ നമുക്ക് പഠിക്കാം. അപ്പൊ ഇത്രയും മിസ് പറഞ്ഞത്രയും നന്നായിട്ട് നോക്കുക. ഇതൊക്കെ കരയിലുള്ളതാണോ, കടലിലാണോ, വെള്ളത്തിലാണോ എന്നൊക്കെ
ഒന്ന് നോക്കണം കേട്ടോ. പിക്ചേഴ്സ് ഒക്കെ ഇതൊക്കെ നോക്കിയിട്ട് വരിക. ദെൻ അടുത്ത ദിവസം നമ്മൾ ലാൻഡിലുള്ള ബാക്കി ആനിമൽസിന്റെ പേര് പഠിക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ആനിമൽസ് ഇൻ വാട്ടർ അല്ലെ, വെള്ളത്തിലുള്ള മൃഗങ്ങളെ കുറിച്ചും നമ്മൾ പഠിക്കും.